നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. നമ്മളിൽ പലരും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഒരു തവണയെങ്കിലും വന്നൊരു അസുഖമായിരിക്കാം അനീമിയ എന്ന് പറയുന്നത്. അനീമിയ ഒരു അസുഖമാണെങ്കിലും കൂടുതലായിട്ടും അതിനകത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ സിംറ്റംസ് എടുത്ത് കാണിക്കാറുണ്ട്, ലക്ഷണങ്ങളായിട്ട് എടുത്ത് കാണിക്കാറുണ്ട്. ചില അസുഖത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടും അനീമിയ കാണിക്കാറുണ്ട്. ഇങ്ങനൊരു അസുഖം വരുന്ന സമയത്ത് നമ്മൾ പലരും മെഡിസിൻസ് അല്ല നമ്മൾ ഒരു ഓപ്ഷനായിട്ട് ആദ്യം തന്നെ ചൂസ് ചെയ്യുന്നത്. നമ്മുടെ ഭക്ഷണ രീതികളിൽ തന്നെ മാറ്റങ്ങൾ കുറേ വരുത്തുക. അതുപോലെ തന്നെ ഈ ഒരു HB ലെവൽ അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് വളരെയധികം നമ്മുടെ രക്തത്തിനകത്ത് കുറവാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവിടെ എന്ത് സ്റ്റാർട്ട് ചെയ്യും, സപ്ലിമെൻറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അല്ലാത്ത പക്ഷം ചെറിയ രീതിയിലൊക്കെ വേരിയേഷൻസ് കാണിക്കുന്നു എങ്കിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഫുഡിൽ വരുന്ന മോഡിഫിക്കേഷൻസ് ആണ് ചെയ്യാറ്. അപ്പം എന്താണ് അനീമിയ? അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ HB, അതായത് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുക, അല്ലെങ്കിൽ RBC റെഡ് ബ്ലഡ് സെൽസിൻ്റെ അളവ് കുറയുന്നതിനെയാണ് നമ്മൾ അനീമിയ അഥവാ വിളർച്ച എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളൊരു ആൾ അനീമിക് ആയിട്ടുള്ളൊരു വ്യക്തി നമ്മുടെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരാളുടെ എക്സ്റ്റേണൽ, ആളുടെ പുറം മോടിയിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇപ്പോൾ ഒരു ഫേസ് ഒക്കെ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഫേസ് ഈ കവിളിൻ്റെ ഭാഗത്തൊക്കെ വളരെയധികം വിളറിയ ഒരു സ്റ്റേജിലാണ് കാണുന്നത്. ചില ആളുകൾ പറയാറുണ്ട്, നീ നന്നായിട്ട് വെളുത്തല്ലോ, അല്ലെങ്കിൽ നല്ല കളർ വന്നിട്ടുണ്ടല്ലോ ഫേസിൽ നിന്ന്. അത് ഒരു പക്ഷേ ഈ ഒരു അനീമിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഫേസൊക്കെ വളരെയധികം വിളറിയ രൂപത്തിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ചുണ്ടൊക്കെ ആണെങ്കിലും ഒരു പെയിൽ കളർ, അതായത് ഒരു വിളറിയ ഒരു വെള്ള പോലെ ഒരു പിങ്കിഷ്, ലൈറ്റ് പിങ്കിഷ് ആയിട്ടുള്ള ഒരു കളറിൽ നമ്മുടെ ചുണ്ടെല്ലാം മാറി നിൽക്കുന്നതൊക്കെ തന്നെ അനീമിയനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് കരുതിയിട്ട് നിങ്ങൾക്ക് നിറം വന്നതാണ് എന്ന് കരുതണ്ട. നിങ്ങളെ ഭക്ഷണം നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും നിങ്ങൾ ഉൾപ്പെടുത്തുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള സിംറ്റംസ് ആണ് നിങ്ങൾ കാണിക്കാം. അപ്പോൾ നമ്മളെ കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവർ നല്ല രീതിയിൽ ക്ഷീണിച്ച് അവരുടെ ഫേസൊക്കെ വിളറിയ പോലെയായിട്ട് നമുക്ക് ഒരു ക്ഷീണം അവരിൽ എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പെട്ടെന്ന് ഒരാൾ വരുമ്പോൾ ആൾ കുറച്ചൊരു അനീമിക് ആണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അവരുടെ നെയിൽ, നഖം എടുത്ത് നോക്കുന്ന സമയത്തും നമുക്ക് ആ കളർ ചേഞ്ച് അവിടെ നോട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ജസ്റ്റ് കണ്ണിൻ്റെ ഈ ഒരു കൺജങ്ക്റ്റൈവ, ഈ ഒരു വെളുത്ത പാട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് താഴ്ത്തി നോക്കുന്ന സമയത്ത് നമുക്ക് ലോവർ ഏരിയയിൽ ആ ഒരു വിളറിയ സ്റ്റേജ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു പേഷ്യൻറ്റിനെ എക്സ്റ്റേണലി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അവരിൽ കുറച്ച് സിംറ്റംസ് എടുത്ത് കാണിക്കും, ലക്ഷണങ്ങൾ എടുത്ത് കാണിക്കാറുണ്ട്. അതിൽ ഫസ്റ്റ് തന്നെ പറയുന്നത് തലവേദന, അതുപോലെ തന്നെ ഡിസിനെസ്, തലകറക്കം ഒക്കെ കൂടുതലായിട്ടും അനുഭവപ്പെടുക. അത് ഈ ഒരു അനീമിക് പേഷ്യൻസിൽ വളരെയധികം കോമൺ ആണ്. അതുപോലെ തന്നെ അവരിൽ എപ്പോഴും ക്ഷീണം, നന്നായിട്ടൊരു വീക്ക്നെസ് അവരുടെ ശരീരത്തിൽ കാണിക്കാറുണ്ട്. അതും അനീമിക് പേഷ്യൻസിലുള്ളതാണ്. അതുപോലെ തന്നെ അവരിൽ കാണിക്കുന്നതാണ് കൈകാലുകളിൽ നല്ല രീതിയിൽ തണുപ്പ് അനുഭവപ്പെടുക. ചില പ്രായം ചെന്ന ആളുകൾ കാലിലൊക്കെ തണുപ്പ് നല്ല രീതിയിൽ അവർക്ക് ഉണ്ടാവും. അപ്പോൾ അവർ പറയാറുണ്ട്, ഉള്ളിൽ പനിക്കാൻ പോകുന്ന പോലെ തോന്നുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ തണുപ്പ് എന്നുള്ളത്. പക്ഷെ അതൊരു പക്ഷേ ഇങ്ങനെ അനീമിക് ആവുന്നത് കൊണ്ടാവാം. പ്രായമായിട്ടുള്ള ആളുകളിൽ അനീമിയ കോമൺ ആയിട്ട് കാണുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികളിലും അനീമിയ കോമൺ ആയിട്ട് കാണുന്നതാണ്. അപ്പം അതൊന്ന് നോക്കുക നിങ്ങൾ. അങ്ങനെ നിങ്ങൾക്ക് തണുപ്പോ കുളിര് പോലെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതും ഈ ഒരു HB ലെവൽ കുറയുന്നതാണ്. ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ അത് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ കഴിച്ചു തുടങ്ങുക. നിങ്ങൾ ലേറ്റ് ആക്കരുത്. അതൊരു സമയം കഴിഞ്ഞാൽ ചിലപ്പം വല്ലാതെ HB കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലൈസ്ഡ്, അതായത് ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അത്രത്തോളം ഒരു സ്റ്റേജിലോട്ട് അനീമിയ ലീഡ് ചെയ്യും. നമുക്കറിയാം, അത്രയും നമ്മളത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. കോമ അല്ലെങ്കിൽ ഒരു മരണത്തിന് വരെ കാരണമാണ് അനീമിയ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ആരും അത് നിസ്സാരമാക്കി വിടാൻ പാടില്ല. പിന്നെ നമ്മൾ എടുത്തു നോക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രഗ്നൻ്റ് സ്ത്രീകളിലൊക്കെ ഒരു ആദ്യത്തെ ട്രൈമസ്റ്ററിൽ 3 മാസത്തിൽ അവരിൽ ഈ ഒരു അനീമിയ കോമൺ ആയിട്ട് കാണാറുണ്ട്. അതിൽ ആ ഒരു സമയത്ത് നല്ലൊരു ഹെവി ആയിട്ടുള്ള വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ടെല്ലാം നല്ല ഫ്ലൂയിഡ് ലോസും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് അവരിൽ അനീമിയ കാണിക്കാറുണ്ട്. അതും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഡോക്ടറെ പോയി കാണിച്ചിട്ട് അതിനുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ടി വരും. കാരണം അവരിൽ ഫുഡ് കൂടുതൽ എടുത്തു കഴിഞ്ഞാലും അതൊന്ന് ലെവലാവാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ചിലപ്പം സപ്ലിമെൻറ്റ്സ് അവരിൽ വേണം. അതിൻ്റെ പോലെ തന്നെ നിങ്ങൾ ഭക്ഷണത്തിലും ശ്രദ്ധിക്കണം. പിന്നെ ഒരു 3 മന്തൊക്കെ കഴിഞ്ഞാൽ നോർമലി നമ്മൾ അയൺ ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പിന്നെ വലിയ പ്രശ്നങ്ങൾ വരില്ല, എങ്കിലും ശ്രദ്ധിക്കാം. അപ്പോൾ അത് നോക്കുക. അതുപോലെ തന്നെ കുട്ടികളിൽ ഈ മണ്ണിൽ കളിക്കുന്ന കുഞ്ഞുങ്ങൾ കൂടുതലായിട്ട് മണ്ണ് കൈകളിൽ കാലുകളിലൊക്കെ മണ്ണാവുന്നു, അത് അവരുടെ വയറിലെത്തുന്നു. ഇത്തരം ശീലങ്ങളൊക്കെ അവരിലും ഈ ഒരു വിളർച്ചയിലോട്ട് ലീഡ് ചെയ്യാറുണ്ട്. അപ്പം കുട്ടികൾക്കും
അയൺ ടാബ്ലറ്റ്സുകൾ അല്ലെങ്കിൽ അയൺ തുള്ളിമരുന്നുകളൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. അതൊന്നും ഒരിക്കലും മിസ് ചെയ്യരുത്. അതൊക്കെ കൃത്യമായിട്ട് ആ ഒരു ഷെഡ്യൂൾ നോക്കിയിട്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക. വൈറ്റമിൻ എ ആണെങ്കിലൊക്കെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഇത് നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി ഉള്ള സ്റ്റേജുകളിൽ, അപ്പം അയൺ വല്ലാതെ കുറഞ്ഞു പോകുന്ന കണ്ടീഷൻസ് ഉണ്ട്. പീരീഡ്സ് ഹെവി ആയിട്ട് ഈ ഒരു ബ്ലഡിൻ്റെ ഫ്ലോ ഉള്ള പെൺകുട്ടികളിലൊക്കെ നല്ല രീതിയിൽ അയൺ ഡെഫിഷ്യൻസി വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെജിറ്റേറിയൻസിന് എടുക്കുക, കൂടുതൽ വെജ് കഴിക്കുന്ന ആളുകളിലും അയൺ ഡെഫിഷ്യൻസി വരികയും അനീമിയ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, ഫോളേറ്റ് വൈറ്റമിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസിയും ഈ ഒരു അനീമിയ ലീഡ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ പല കാരണങ്ങളുണ്ട്. ചില ക്രോണിക് ഡിസീസസ്, അതായത് ഇപ്പം ക്യാൻസർ പേഷ്യൻസിൽ എപ്പോഴും HB ലെവൽ താഴ്ന്നിരിക്കാറുണ്ട്. അതുപോലെ തന്നെ ക്രോണിക് കിഡ്നി കണ്ടീഷൻസ് ഉള്ള ആളുകളിലും HB എപ്പോഴും കുറവായിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകളിൽ എപ്പോഴും HB ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അവരുടെ ടെസ്റ്റിൻ്റെ കൂടെ തന്നെ ഒന്ന് CBC കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതൊക്കെ നോക്കുക. അതുപോലെ തന്നെ ചില ജെനറ്റിക് കണ്ടീഷൻസ് ഉണ്ട്. സിക്കിൾ സെൽ അനീമിയ, തലാസീമിയ പോലുള്ള കണ്ടീഷനിലും പേഷ്യൻസിൽ അനീമിയ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് പെട്ടെന്ന് തന്നെ അയൺ കൂടുക അല്ലെങ്കിൽ ഈ ഒരു ഫോളിക് ആസിഡ് കാര്യങ്ങളൊക്കെ പെട്ടെന്നൊരു കിട്ടണമെങ്കിൽ നമ്മൾ ഭക്ഷണം എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ട് തന്നെ നമ്മുടെ ബോഡിയിലോട്ട് കയറുന്നതാണ്, അയൺ കയറുന്നതാണ്. അപ്പം നമുക്ക് കുറച്ച് അളവിൽ മാത്രം കഴിച്ചാൽ പോരാ, കുറച്ച് കൂടുതലായിട്ട് അത് കഴിക്കേണ്ടി വരും. ചില പേഴ്സൺസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് കുറവാണെങ്കിൽ അവർ ചിലപ്പോൾ അവിടെ സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ടി വരും. എപ്പോഴും നമുക്ക് ഫുഡിനെ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ സപ്ലിമെൻറ്റ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കരുത്. രണ്ടും നമ്മൾ ഒരുപോലെ ബാലൻസ് ചെയ്യണം. വേണമെങ്കിൽ മാത്രം സപ്ലിമെൻറ്റ്സ് കഴിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കൂടുതലായിട്ട് ഇലക്കറികൾ, ഈ മുരിങ്ങയില, ചീരയില, ചീരയുടെ റെഡായിട്ടുള്ള ചുവന്ന ചീര കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ നോക്കുക. മുരിങ്ങേൻ്റെ ഇല നന്നായിട്ട് കഴിക്കുക. ബീട്രൂട്ട് നന്നായിട്ട് കഴിക്കുക. നിങ്ങൾ ഒരാഴ്ച തുടർച്ചയായിട്ട് ബീട്രൂട്ട് മാത്രം തോരൻ വെച്ച് കഴിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള HB% കൂടുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ രണ്ടും, അതായത് വെജും നോൺ വെജും കഴിക്കുന്ന ആളുകളാണെങ്കിൽ നോൺ വെജ് അവർക്ക് പെട്ടെന്ന് എടുക്കാം. ഈ ബീഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് ചിക്കൻ്റെ ഈ ലിവർ പാർട്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ HB ലെവൽ കൂടുന്നതാണ്. അപ്പോൾ അത് കഴിക്കുന്ന ആളുകൾ അത് കഴിച്ചോളുക. ക്യാരറ്റ് കഴിക്കുക നന്നായിട്ട്, റാഗി നന്നായിട്ട് ശർക്കരയൊക്കെ ഇട്ടിട്ട് കുറുക്കിയിട്ട് കഴിക്കാം, അതും HB ലെവൽ കൂട്ടുന്നതാണ്. അതുപോലെ തന്നെ ഉണക്കമുന്തിരി, ഡേറ്റ്സ്, ഇതൊക്കെ ഭക്ഷണത്തിൽ മാക്സിമം ഉൾപ്പെടുത്തുക. ഇതൊക്കെ തന്നെ ഉൾപ്പെടുത്തുമ്പോൾ തന്നെ HB ലെവൽ അത്യാവശ്യം കൂടും. അനാറ്, ഹാഫ് പോമോഗ്രാനേറ്റും എല്ലാ ദിവസവും ബീട്രൂട്ട് ഉപ്പേരിയും നിങ്ങൾ ഒരാഴ്ച തുടർച്ചയായിട്ട് കഴിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ HB ലെവലിൽ നല്ല മാറ്റം വരും. അപ്പോൾ അധികം വേരിയേഷൻ ഒന്നും ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് ചേഞ്ചസ് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ബുദ്ധിമുട്ട്, ഇടയ്ക്കിടയ്ക്ക് തല ചുറ്റൽ, തലകറക്കം ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുക്കേണ്ടത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം.